അസ്സലാമലൈക്കും. നമ്മൾ എത്രത്തോളം അനീതിയിലാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു അധ്യായം അല്ലെങ്കിൽ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അധ്യായം 4 സൂറ നിസാഹിലെ 65, 166, 167. സന്തോഷവാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായ ദൂതന്മാരായിരുന്നു അവർ. നിനക്ക് മുമ്പ് വിവരിച്ചു തന്നിട്ടുള്ള ദൂതന്മാരെയും നിനക്ക് നാം വിവരിച്ചു തന്നിട്ടില്ലാത്ത ദൂതന്മാരെയും നാം നിയോഗിക്കുകയുണ്ടായി. മൂസയോട് അള്ളാഹു നേരിട്ട് സംസാരിക്കുകയും ചെയ്തു. സന്തോഷവാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായ ദൂതന്മാരായിരുന്നു അവർ. ആ ദൂതന്മാർക്ക് ശേഷം ജനങ്ങൾ അള്ളാഹുവിനെതിൽ ഒരു ന്യായവും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു പ്രതാപിയും യുക്തിമാനുമാകുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ? അള്ളാഹുവിനെതിരായിട്ട് ഒരു ന്യായം ഒരാൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൂതന്മാരെ അയക്കണമെന്ന്. അങ്ങനെ ഓരോ ദൂതന്മാര് വരുന്ന സമയത്തും യഥാർത്ഥ ദൃഷ്ടാന്തങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ അതിൽ വിശ്വസിക്കാത്തവരുണ്ട്. എന്നാൽ നമ്മളെ കാലഘട്ടത്തിലേക്ക് ഒന്ന് നോക്കാന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് ഫുള്ള് അനീതിയാണ്. യഥാർത്ഥ അറിവ് മനുഷ്യരിലേക്ക് എത്തിപ്പെടാത്തത് കൊണ്ടാണ് ഇത്രയും അനീതിയിലാവുന്നത്. അപ്പൊ ഇവിടെ പറയുന്നതിനെ നോക്കുക, അള്ളാഹുവിനെതിരിൽ ഒരു ന്യായവും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ദൂതന്മാരെ അയക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം എത്രയോ അനീതി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കണം? അത് യഥാർത്ഥ അറിവ് മനുഷ്യരിലേക്ക് എത്തിക്കാൻ ആളില്ലാത്തത് കൊണ്ട്. എന്നാൽ അള്ളാഹു നിനക്ക് അവതരിപ്പിച്ചു തന്നതിന്റെ കാര്യത്തിൽ അവൻ തന്നെ സാക്ഷ്യം വഹിക്കുന്നു. അവന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവൻ അത് അവതരിപ്പിച്ചിട്ടുള്ളത്. മലക്കുകളും അതിന് സാക്ഷ്യം വഹിക്കുന്നു. സാക്ഷിയായി അള്ളാഹു മദീന. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ സാക്ഷി എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ്. യഥാർത്ഥ സൃഷ്ടാവിനെ പറ്റിയിട്ടുള്ള തെളിവുകളാണ് വിശുദ്ധ ഖുറാനിലുള്ളത്. അത് നമ്മുടെ കൈകളിൽ പോലും നമ്മുടെ ശരീരത്തിൽ പോലും അതിന്റെ തെളിവുകൾ അള്ളാഹു വെച്ചിട്ടുണ്ട്. നമുക്ക് ചുറ്റും വലയം ചെയ്യുന്ന സൃഷ്ടാവിന്റെ കൈകൾ എന്ന അംശത്തിന്റെ രഹസ്യങ്ങളാണ് നമ്മുടെ കൈകളിൽ വെച്ചിട്ടുള്ളതും അത് നമുക്കെതിരെ നാളെ സാക്ഷിയാണെന്നും അവന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവനത് അവതരിപ്പിച്ചിട്ടുള്ളത്. സൃഷ്ടാവ് എല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൃഷ്ടാവ് നമുക്ക് കഴിഞ്ഞു പോയതും എന്നാൽ നടന്നുകൊണ്ടിരിക്കുന്നതും എന്നാൽ വരാനിരിക്കുന്നതൊക്കെ സൃഷ്ടാവിനെ അറിയാം. അതൊക്കെ വിശുദ്ധ ഖുർആനിലെ അള്ളാഹു വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇബ്രാഹിം നബിയുടെ മാർഗത്തെ പിൻപറ്റിയവരാണ് യഥാർത്ഥ ഉത്തമ മതക്കാർ എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. 125, 126 പറയുന്നത്. സദൃവത്തനായിക്കൊണ്ട് തന്റെ മുഖത്തെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തുകയും നേർമാർഗത്തിൽ ഉറച്ചു നിന്ന് ഇബ്രാഹിമിന്റെ മാർഗത്തെ പിന്തുടരുകയും ചെയ്തവനേക്കാൾ ഉത്തമ മതക്കാരൻ ആരുണ്ട്? അള്ളാഹു ഇബ്രാഹിമിനെ സുഹൃത്തായി സ്വീകരിച്ചിരിക്കുന്നു. ആകാശങ്ങളിലും ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെതാകുന്നു. അള്ളാഹു ഏത് കാര്യത്തെ പറ്റിയും പരിപൂർണ അറിവുള്ളവനാണ്. ആകാശഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെയാണ്. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. ആ സൃഷ്ടാവിനെയാണ് ഇബ്രാഹിം നബി പിൻപറ്റിയതും അങ്ങനെയാണ് ഇബ്രാഹിം നബി ഉത്തമ മതക്കാരനായി എന്നുള്ള കാര്യവും നമ്മൾ യഥാർത്ഥത്തിൽ ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്.